ദുൽഹിജ്ജ 7 പേരാണ് യൗമു സീനത്ത്. ഈ വർഷം യൗമു സീനത്ത് വെള്ളിയാഴ്ചയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല തന്റെ തൗഫീൽ 4-ാം വാള്യം 103-ാമത്തെ പേജിൽ ലിഅന്നഹും കാനൂ യുസയ്യിനൂന ഫീഹി ഹവാദിജഹും, ഒട്ടാകൂടാരങ്ങളെയും മറ്റും മിനയിലേക്കും മുസ്ദലിഫയിലേക്കും അറഫയിലേക്കും ഒക്കെ പുറപ്പെടാൻ വേണ്ടി ഒട്ടാകൂടാരങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ ഭംഗിയാക്കിയിരുന്ന ദിവസമാണ് അന്ന്. അതുകൊണ്ടാണ് യൗമു സീനത്ത് എന്ന് പേര് വന്നത് എന്ന് തൗഫീൽ വിവരിക്കുന്നുണ്ട്. ഏതായാലും ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ മീഖാത്തിൽ വെച്ച് ഹജ്ജിനു മാത്രം ഇഹ്റാം ചെയ്ത് വന്ന് മക്കയിൽ താമസിക്കുന്നവരുണ്ട്. അവർക്കങ്ങനെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരുമ്പോ തവാഫുൽ ഖുദൂം എന്നൊരു തവാഫ് സുന്നത്തുണ്ട്. ആ തവാഫിന്റെ ശേഷം വേണമെങ്കിൽ ഹജ്ജിന്റെ ഫർളായ സായി അവർക്ക് നിർവഹിക്കാം. എന്നാൽ പിന്നീട് ഹജ്ജിന്റെ നിർബന്ധമായ തവാഫുൽ ഇഫാളയുടെ ശേഷം പിന്നെ സായി ആവർത്തിക്കേണ്ടതും ഇല്ല. ഇത് പക്ഷേ സുന്നത്തായതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്തു വരുന്നവർ ആ തവാഫ് ചെയ്യാതെ പരിസരത്ത് അസിസിയയിലോ മറ്റോ ഒക്കെ താമസിക്കുന്നവരുമുണ്ട്. ഇനി കേരളത്തിൽ നിന്നുള്ള ഗവൺമെന്റ് ഹാജിമാരടക്കം പല ആളുകളും നാട്ടിൽ നിന്ന് വരുമ്പോൾ മീഖാത്തിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്യുകയും ഉംറ നിർവഹിച്ചതിന്റെ ശേഷം ഇഹ്റാമിലല്ലാതെ മക്കയിലോ പരിസരത്തോ കഴിയുന്നവരും ഉണ്ട്. ഇനി രണ്ടു കൂട്ടരുമല്ലാതെ മക്കയിലോ പരിസരത്തോ ജോലിക്ക് വേണ്ടിയിട്ടോ മറ്റോ താമസിക്കുന്ന ആളുകളുമുണ്ട്. ഏതായാലും മുമ്പ് ഇഹ്റാം ചെയ്തിട്ടില്ലാത്തവർ യൗമു സീനത്തിൽ ഇഹ്റാം ചെയ്തുകൊണ്ട് എല്ലാ ആളുകളും യൗമു സീനത്താകുന്ന 7-ന്റെ രാത്രി തന്നെ മിനയിലേക്ക് പുറപ്പെടലാണ് ഇന്നു പതിവുള്ളത്. ശരിക്ക് യൗമു തർവിയ എന്ന ദുൽഹിജ്ജ 8 രാവിലെ മിനയിലേക്ക് ളുഹ്റാകുമ്പോഴേക്ക് എത്തലാണ് യഥാർത്ഥമായ നിയമമുള്ളതെങ്കിലും എല്ലാ ഹാജിമാരെയും മുത്തവിഫുമാർ ഇന്ന് തലേ രാത്രി തന്നെ അഥവാ യൗമു സീനത്തിൽ തന്നെ രാത്രിയോടെ മിനയിൽ എത്തിക്കലാണ് പതിവുള്ളത്. തദടിസ്ഥാനത്തിൽ എല്ലാ ഹാജിമാരും ഗവൺമെന്റ് കേരളത്തിൽ നിന്ന് വരുന്ന ഗവൺമെന്റ് ഹാജിമാരൊക്കെ ഇഹ്റാമിലല്ലാതെ മക്കയിലാണല്ലോ ഉള്ളത്. അവരൊക്കെയും സുന്നത്തായ ഇഹ്റാമിന്റെ മുമ്പുള്ള കുളിയെല്ലാം നിർവഹിച്ച് 2 റക്അത്ത് നിസ്കാരവും നിർവഹിച്ച് അവനവന്റെ താമസ സ്ഥലങ്ങളിൽ നിന്നു തന്നെ ഇഹ്റാം നിർവഹിച്ചതിന്റെ ശേഷം എപ്പോഴാണോ മുത്തലിഫുമാര് പറയുന്ന ടൈം ബസ് വരുമ്പോഴേക്ക് ഒരുങ്ങി ഈ വെള്ളിയാഴ്ച വൈകുന്നേരം അഥവാ യൗമു സീനത്ത് രാത്രി മഗ്രിബിന്റെ ശേഷമാകാം ഇശാന്റെ ശേഷമാകാം ഒരുങ്ങി മിനയിലോട്ട് പുറപ്പെടുകയാണ് പതിവുള്ളത്. പുറപ്പെടുമ്പോഴുള്ള പ്രത്യേകമായ ദിക്റുകളും ദുആകളും ഒക്കെ ആരും മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ വെള്ളിയാഴ്ച യൗമു സീനത്തിൽ എല്ലാവരും ഇഹ്റാമോടുകൂടെ രാത്രിയോടുകൂടെ നാം മിനയിലേക്ക് പുറപ്പെടുകയാണ്.